ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും. ഞാനൊരു പ്രൊഡക്റ്റിന്റെ ഹോണസ്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഏതൊരു പ്രൊഡക്റ്റിന്റെയും റിവ്യൂ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ കേട്ടോ. പ്രൊഡക്റ്റ് വന്നിട്ട് ആൽപ്സ് ആൻഡ് ഗുഡ്നസിന്റെ ലിക്വിഡൈസ് പൗഡർ ആണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇരട്ടി മധുരല്ലേ അതിന്റെ പൗഡർ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ ആണ് കേട്ടോ. ഇത് ഇരട്ടി മധുരം സ്കിന്നിലും അതുപോലെ തന്നെ ഹെയറിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് സ്കിന്നിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ആയത് മുതൽ സെക്കൻഡ് ട്രിമസ്റ്റർ മുതൽ എനിക്ക് സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിന്ന് നല്ലപോലെ ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു നെക്കിന്റെ ഭാഗത്തൊക്കെ ഒരു ഡാർക്ക് ലൈൻസ് ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂക്കിന്റെ ഒരു ഭാഗം ഓക്കെ. അതുപോലെ സ്കിന്നാകെ എന്താ പറയാ ഒരു വെയില് അടിച്ചിട്ട് നമുക്ക് സൺടാൻ വരില്ല, അതുപോലെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഞാൻ പർപ്പിള് കണ്ടു, ഇങ്ങനെ ലിക്വിഡൈസിന്റെ പൗഡർ കണ്ടു. അപ്പൊ ഞാൻ അത് ഓർഡർ ചെയ്തു. 2 ആഴ്ച കണ്ടിന്യൂ ഞാൻ യൂസ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്തപ്പോ തന്നെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ആൽപ്സ് ഗുഡ്നസിന്റെ ലിക്വിഡൈസ് പൗഡർ. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 50 ഗ്രാം ആണ്. ഞാനിത് പർപ്പിളിൽ നിന്ന് വാങ്ങുമ്പോൾ ഓഫർ പ്രൈസ് അനുസരിച്ച് 93 രൂപയ്ക്കായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് 120 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വാങ്ങിയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ പാക്കേജിങ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. മാത്രമല്ല എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പൗഡർ സിബ്ലോ കവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ കയറി കട്ടയാവില്ല, ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ കീറി കഴിഞ്ഞാൽ പിന്നെ സിബ്ലോക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പൗഡർ അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ക്രിയേറ്റഡ് ഫോർ ഓൾ സ്കിൻ ആൻഡ് ഹെയർ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷെ ഇതൊരു പൗഡർ ആണല്ലോ, അത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതാണോ അത് നമ്മളെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ടൈപ്പിനനുസരിച്ച് തന്നെ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ലിക്വിഡൈസിന്റെ ഇരട്ടി മധുരത്തിന്റെ ഈ ഒരു പൗഡർ ഒരു ബോളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ബാലൻസ് പൗഡർ നമുക്കിതാ ഇതുപോലെ തന്നെ ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ മെയിൻ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് സിബ് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ഈ പൊടീൻ്റെ ഉള്ളിലേക്ക് എയർ കയറിയിട്ട് കട്ടയാവില്ലേ, അതുണ്ടാവുകയില്ല. നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അപ്പം ഞാനിവിടെ എൻ്റെ ഫേസിലേക്കും നെക്കിലേക്കും വേണ്ടി 1.5 ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അതായത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ടൈപ്പിനനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർ ഓയിലി അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ലപോലെ പിമ്പിൾസ് ഒക്കെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യുക, അലോവേര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നോർമൽ വാട്ടറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർ കുറച്ച് ഓയിലി ആയിട്ടുള്ള തൈരോ പാലോ ഒക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യാം. നോർമൽ സ്കിന്നുകാർക്ക് പിന്നെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ നോർമൽ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാരാണെങ്കിലും തക്കാളീൻ്റെ ജ്യൂസൊക്കെ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈരാണ്. എൻ്റെത് ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. ഇടയ്ക്ക് ഡ്രൈ ആണ്, ഇടയ്ക്ക് നോർമൽ സ്കിന്നാണ്. അപ്പം ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വളരെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയോ എന്നാൽ ലൂസ് കൺസിസ്റ്റൻസിയോ അല്ല കേട്ടോ വേണ്ടത്. ഒരു മീഡിയം ലെവലിലുള്ള കൺസിസ്റ്റൻസിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലെയർ പോലെ ഇരിക്കണം. അതായത് ഒലിച്ചു പോരാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തിക്കോ ആയിരിക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നെ നല്ലപോലെ ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ കറുത്ത പാടുകളില്ലേ, മുഖക്കുരൊക്കെ വന്നിട്ടില്ല, അതൊക്കെ പോവാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ ഏറ്റവും നല്ല മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഓയിലി സ്കിന്നുകാർക്കാട്ടോ. അതായത് അവരുടെ മുഖത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഓയിലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അത് കുറയ്ക്കാനൊക്കെ ഈ ഒരു ഇരട്ടി മധുരം ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ ഫേസും നെക്കൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല തിക്ക് ലെയറോട് കൂടി തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ടൈമിൽ സ്ക്രബ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകി കളയുന്ന ഒരു സമയത്ത് പച്ചവെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ. ഇപ്പം ഞാനൊരു ഫേസ് മാസ്ക് പോലെ ഇട്ട് വെക്കുന്നതേ ഉള്ളൂ ഫേസിൽ. ഈ ഒരു പാക്കില്ലേ ഫേസിൽ തൊടുമ്പോൾ തന്നെ തണുപ്പാന്ന് പറയാം, നല്ല തണുപ്പാണ് കേട്ടോ. നമുക്കൊരു നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ആ ഒരു തണുപ്പ് നല്ലൊരു തണുപ്പാണ്. നമ്മൾ ഈ ആയുർവേദശാലകളിൽ ഇതിൻ്റെ വേര് ഉണങ്ങിയത് കിട്ടും കേട്ടോ, ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള. നമ്മൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഈ
ഇരട്ടി മധുരമൊക്കെ ഒരുതി കൊടുക്കാറില്ലേ, അതേപോലെ വാങ്ങാൻ കിട്ടും. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്നും അരച്ചിട്ട് തേച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ 100% നാച്ചുറൽ ആയിട്ടുള്ള പൗഡറുകൾ തന്നെ വാങ്ങുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ ബെറ്റർ. മറ്റേ നമ്മൾ അരയ്ക്കാനൊക്കെ മടിച്ചിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുമല്ലോ. ഈ ഒരു ടൈമിൽ എൻ്റെ സ്കിൻ കെയറിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ലിക്കോറൈസിൻ്റെ പൗഡർ കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ സെക്കൻഡ് ട്രിമസ്റ്റർ മുതൽ എൻ്റെ സ്കിന്നിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നെക്കിൻ്റെയും ഫേസിലൊക്കെ ഭാഗത്ത് ഡാർക്ക് ലൈൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറാനും സ്കിന്നൊന്നും കൂടെ ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പൗഡറും കൂടിയാണിത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നോർമൽ വാട്ടർ കൊണ്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളയുന്നുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമ്മളെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ആഴ്ച കണ്ടിന്യൂ യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഡാർക്ക് ലൈൻസ് ഒക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കാം. 100% നാച്ചുറലാണ്. ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഡയറക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്